ുമ്പോൾ ആദ്യം വയനാട്ടിലേക്ക് ഒന്ന് പോകണം. അവിടെ കണിയാമ്പറ്റയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ തുരത്താൻ ശ്രമം തുടരുകയാണ്. കൂട് സ്ഥാപിക്കാനും മയക്കുവെടി വെക്കാനും ഉത്തരവ് ലഭിച്ചതിനാൽ ആവശ്യമെങ്കിൽ ആ മാർഗവും തേടാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. പനമരത്തും കണിയാമ്പറ്റയിലും സ്കൂളുകൾക്ക് അവധിയാണ്. തെർമൽ ഡ്രോണുകളും ക്യാമറ ട്രാപ്പുകളും മറ്റും തയ്യാറായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ജയരാജ് ബത്തേരി ഏറ്റവും പുതിയ വിവരങ്ങളുമായി അവിടെ നിന്ന് ചേരുകയാണ്. ജയരാജ്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആശങ്കയിലാണ്. അവിടെ കുങ്കിയാനകളുടെയും മറ്റും സാന്നിധ്യമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ, കടുവ ഇന്നലെ വീണ്ടും ജനവാസ മേഖലയിൽ കണ്ടെത്തിയതാണോ കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്നത്? രഞ്ജിത്ത്, കഴിഞ്ഞ 3 ദിവസമായി ചീക്കല്ലൂർ അതുപോലെ തന്നെ പച്ചിലക്കാട്, പടിക്കമയൽ എന്ന ഗ്രാമങ്ങളിൽ ഭീതി പടർത്തിയ ഈ കടുവയെ ഇന്നലെ ഉച്ചയോടെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ വിവരം തന്നത്. ചീക്കല്ലൂർ പുളിക്കമയലിൽ ഒരു കുറ്റിക്കാട്ടിനോട് ചേർന്ന് അല്ലെങ്കിൽ കുറ്റിക്കാട്ടിനുള്ളിൽ കടുവ വിശ്രമിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഏതാണ്ട് 1 മണിയോടെയാണ് ഈ കടുവയെ അവിടെ കണ്ടെത്തിയത്. എന്നാൽ രാത്രി 8 മണി വരെ ഇതൊരു ഉപദ്രവകാരി അല്ലാത്ത കടുവ ആയതുകൊണ്ട് തന്നെ അതിനെ തൊട്ടടുത്തുള്ള നീർവാരത്തുള്ള കാട്ടിലേക്ക് കയറ്റിവിടാനുള്ള ശ്രമമാണ് നടത്തിയത്. 8 മണി വരെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളും എല്ലാവരും ഈ ഒരു കടുവയെ നിരീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ രാത്രി 8 മണിക്ക് ശേഷം പടക്കം പൊട്ടിച്ചും ശബ്ദമുണ്ടാക്കിയും ഇതിനെ തുരത്താനുള്ള ശ്രമം നടത്തിയെങ്കിലും നേരെ വിപരീതമായി സംഭവിക്കുക ഒരു സംഭവമാണ് ഉണ്ടായത്. അല്ലെങ്കിൽ തൊട്ടടുത്ത ജനവാസ കേന്ദ്രമായ മേച്ചേരിക്കുന്നിലേക്ക് ഈ കടുവ കടക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് രാത്രി. അതോടെ തന്നെ ഈ ശ്രമങ്ങളെല്ലാം പാളിയ ഒരവസ്ഥയാണ് ഉണ്ടായത്. എന്തായാലും ഇതിപ്പോൾ മേച്ചേരിക്കുന്ന് എന്ന് പറയുന്ന ജനവാസ കേന്ദ്രത്തിലേക്ക് കടന്നതുകൊണ്ട് തന്നെ അവിടെയുള്ള ജനങ്ങളെല്ലാം വലിയ ഭീതിയിലാണ്. കാരണം രാത്രി ആയതുകൊണ്ട് തന്നെ എവിടെയാണ് കടുവ എന്നുള്ളത് അറിയാൻ കഴിയാത്തൊരവസ്ഥയാണ് ഉണ്ടായത്. ഇതിനിടയ്ക്കാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റെ ഒരു ഉത്തരവ് വന്നത്. ഒന്നുകിൽ കൂട് വെച്ച് പിടിക്കുക അല്ലെങ്കിൽ ഇതിനെ മയക്കുവെടി വെക്കുക എന്നുള്ള ഒരു ഓർഡറാണ് വന്നിട്ടുള്ളത്. എന്തായാലും ഈ വന്യജീവി സങ്കേതത്തിലെ 112-ാം നമ്പർ കടുവ ഇതൊരു ഉപദ്രവകാരിയായ കടുവയായിട്ട് ഇതിനെ കണക്കാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വനംവകുപ്പിന്റെ ഇന്നത്തെ ദൗത്യവും ഇതിനെ മാക്സിമം കാട്ടിലേക്ക് ഓടിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനെ മയക്കുവെടി വെച്ച് പിടിക്കും, അല്ലെങ്കിൽ കൂട് വെക്കും. കൂട് വെക്കുക എന്നുള്ളത് പെട്ടെന്ന് കൂട്ടിലേക്ക് കയറാനുള്ള ഒരു സാധ്യതയില്ല. പക്ഷേ ഈ കടുവയുടെ സഞ്ചാരപഥം കണക്കാക്കിയായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. എന്തായാലും എല്ലാ സന്നാഹങ്ങളും ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട്. ഭരത് വിക്രം എന്ന് പറയുന്ന 2 കുങ്കിയാനകളുടെ സേവനമുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ ഉദ്യോഗസ്ഥരും കൽപ്പറ്റ, അതുപോലെ തന്നെ പേഗൂർ, വെള്ളമുണ്ട തുടങ്ങിയ റേഞ്ചിലെ എല്ലാ ഫോറസ്റ്റ് ജീവനക്കാരും, അതുപോലെ തന്നെ മാനന്തവാടി, കൽപ്പറ്റ RRT സംഘവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ റവന്യൂ, പോലീസ് എല്ലാവരുടെയും ഒരു നിരീക്ഷണത്തിൽ തന്നെയാണ് കടുവ. എന്തായാലും രാത്രി ആയതുകൊണ്ട് തന്നെ കൂടുതൽ കടുവയുടെ വിവരങ്ങൾ കിട്ടിയിട്ടില്ല. ഇന്ന് തീർച്ചയായും പകല് കടുവയുടെ തിരച്ചില് ഊർജിതമായി തന്നെ നടത്തും. ഈ പറഞ്ഞ രീതിയിൽ ഒരുപക്ഷെ മയക്കുവെടി വെക്കും, അല്ലെങ്കിൽ കൂട് വെച്ച് പിടിക്കാനുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്ത് നമുക്ക് അറിയുന്നത്. രഞ്ജിത്ത്, ആ പ്രദേശത്തെ ഒരു ഭീതിയാണല്ലോ ജയരാജ് മറ്റൊരു പ്രശ്നം. കാരണം കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകാൻ സാധിക്കുന്നില്ല. പനമരത്തും കണിയാമ്പറ്റയിലും മറ്റും സ്കൂളുകൾക്ക് അവധി കൊടുത്ത ഒരു പശ്ചാത്തലം ഉണ്ട്. ഇടയ്ക്കിടെ ഇത്തരം സംഭവം ആവർത്തിക്കുന്നുണ്ട്. ജനവാസ മേഖലയാണ്, വലിയ കാര്യമായ ജനങ്ങളൊക്കെ ഉള്ളതാണ്. അവിടുത്തെ ഒരു എന്താണ് ദൈനംദിന പ്രവർത്തികൾ തന്നെ സ്തംഭിച്ചൊരു അവസ്ഥയല്ലേ അവിടെ? തീർച്ചയായും വയനാടിനെ സംബന്ധിച്ച് പലയിടങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള കടുവ ഭീഷണി വർഷങ്ങളായിട്ട് നിലനിന്നിരുന്നു. നിരവധി ആളുകൾക്ക് കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റുണ്ട്. മനുഷ്യനെ ഭക്ഷിച്ചിട്ടുണ്ട് കഴിഞ്ഞ 1 വർഷം മുമ്പ് കടുവ. ഇതൊക്കെ ജനങ്ങളെ ഭീതിപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ്. ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ പറയുന്ന ചീക്കല്ലൂർ അല്ലെങ്കിൽ ഈ പച്ചിലക്കാട്, പടിക്കമയൽ എടുത്തു പറയുകയാണെങ്കിൽ അവിടെ ഒരു വനപ്രദേശം എന്ന് പറയാൻ കഴിയില്ല. വനം കുറച്ചുകൂടി ദൂരത്താണ്. പക്ഷെ ആ ഒരു ഇടത്ത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു വന്യമൃഗത്തിന്റെ ശല്യം, പ്രത്യേകിച്ച് കടുവയുടെ ഒരു ശല്യം ജനങ്ങൾക്ക്. അത് തന്നെ വലിയൊരു ഭീതിയാണ് ജനങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. 2-3 ദിവസമായി ജനങ്ങളെല്ലാം വീട്ടിൽ തന്നെയാണ്. അതുപോലെ തന്നെ സ്കൂളുകൾക്കൊക്കെ ചില കണിയാമ്പറ്റ, അതുപോലെ തന്നെ പനമരം ഭാഗത്തുള്ള പല വാർഡുകളിലെയും സ്കൂളുകൾക്ക് അവധിയാണ്. ഇപ്പൊ പരീക്ഷ കാലമായിരുന്നിട്ട് പോലും പരീക്ഷയ്ക്കും ഈ അവധി ബാധകമായിരിക്കുമെന്ന് ഇന്നലെ കളക്ടർ പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ തീർത്തും ഭീതിയിലാണ്. ഇപ്പൊ ഇന്ന് കടുവ ഇരിക്കുന്ന മേപ്പയായിരിക്കുന്നു എന്ന് പറയുന്ന സ്ഥലവും ഒരു ജനവാസ കേന്ദ്രം തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായും ജനങ്ങൾ ഭീതിയിൽ തന്നെയാണ്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും പനമരത്തും കണിയാമ്പറ്റയിലും മറ്റും ഈ തെർമൽ ഡ്രോൺ ഒപ്പം ക്യാമറകൾ ഇതൊക്കെ അവിടെ എത്തിച്ചിട്ടുണ്ട്. കുങ്കിയാനകളുണ്ട് ജയരാജ്, ക്യാമറ ട്രാപ്പുകളുണ്ട്. ഈ ക്യാമറയുടെ കണ്ണുകളിലൊക്കെ പുലിയുടെ ഒരു സാന്നിധ്യം പതിയുന്നുണ്ടോ? കൂടുതൽ RRT സംഘങ്ങളോ അങ്ങനെ കൂടുതൽ സേനാ വിഭാഗങ്ങളെയൊക്കെ അങ്ങോട്ട് എത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട് എന്ന് വേണ്ടേ
മനസ്സിലാക്കാൻ ഈ കടുവയുടെ സാന്നിധ്യം കൂടുതലായും കാണുന്നത് ഏതൊക്കെ മേഖലകളിലാണ്? തീർച്ചയായും വനത്തിനോടടുത്ത മേഖലയിലാണ് കൂടുതലും കടുവകൾ ഇറങ്ങാറുള്ളത്. പക്ഷേ ഇത് വനമേഖലയിൽ നിന്നും കുറച്ചുകൂടി ദൂരമുള്ളത് കൊണ്ട് തന്നെയാണ് കൂടുതൽ ഇത്തരത്തിലൊരു ആശങ്ക വരാനുള്ള ഒരു കാരണവും ഇത്രയും വലിയ ഒരു ഭീതി വരാനുള്ള കാരണവും. കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഭാഗങ്ങളിൽ കടുവ ഇറങ്ങുന്നത് കുറവാണ്, പ്രത്യേകിച്ച് പടിക്കംവയൽ എന്ന് പറയുന്ന സ്ഥലത്ത്. എന്തായാലും എല്ലാ സന്നാഹങ്ങളും ഒരുങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾ പറയുകയാണെങ്കിൽ മയക്കുവെടി തന്നെ ആയിരിക്കും വെക്കാനുള്ള ഒരു സാധ്യത എന്നാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതിയതായി കിട്ടിയ ഒരു അറിവ്. കാരണം കൂട് വെക്കുകയാണെങ്കിൽ ദിവസങ്ങളോളം ഈ കടുവയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയുണ്ടാകും. അതുമല്ല ഈ കടുവ എന്ന് പറയുന്നത് വളരെ ബുദ്ധിയുള്ള ഒരു ജീവിയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ മണം ലഭിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കടുവ കൂട്ടിൽ കയറാതെ ഇരിക്കും. അപ്പോൾ കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത് മയക്കുവെടി വെക്കുന്നതിനായിരിക്കും. പക്ഷേ ഈ മയക്കുവെടി വെക്കുക എന്നുള്ളതും ഏറ്റവും വലിയ ഒരു റിസ്ക് ഉള്ള കാര്യമാണ്. കാരണം കടുവ എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത് പ്രത്യേകം വീക്ഷിക്കണം. ഇത് പകൽ സമയത്ത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഒരു നിയമം തന്നെ നിലനിൽക്കുന്നുണ്ട്. സൂര്യാസ്തമയത്തിന് ശേഷം കടുവയെ മയക്കുവെടി വെക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ദൗത്യം ഏറ്റെടുക്കുന്ന സംഘത്തിന് തന്നെ ഇത് വലിയൊരു റിസ്ക് ആണ്. കാരണം കടുവയുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കണം. കടുവ ക്ഷീണിതനാണെങ്കിൽ അതിന്റെ ഡോസ് കുറയ്ക്കണം. അതുപോലെ തന്നെ കടുവയുടെ തുട, അതുപോലെ തന്നെ അത്തരത്തിലുള്ള തോളിലോ ഒക്കെ വെടിവെക്കാൻ പാടുള്ളൂ. മുഖത്തോ അല്ലെങ്കിൽ നെഞ്ഞത്തോ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഈ കടുവയ്ക്ക് മരണം സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ 5 വയസ്സുള്ള ആരോഗ്യവാനായ കടുവയാണല്ലേ 112 വയനാട് വന്യജീവി സംഘത്തിലെ 112 നമ്പർ കടുവ. ഇവൻ ഈ വയലിന്റെ നടുക്ക് കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലത്ത് രാത്രിയോടെ എത്തിയെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനിപ്പോൾ അടുത്തുള്ള വനമേഖല എന്ന് പറയുന്നത് പാതിരിയമ്പം അല്ലേ? പാതിരിയമ്പം വനമേഖലയാണ്. അങ്ങോട്ടേക്ക് കയറ്റി വിടുക എന്നുള്ളതായിരിക്കും ലക്ഷ്യം. തീർച്ചയായും ലക്ഷ്യം അതാണെങ്കിൽ പോലും കയറ്റിവിടാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ, കാരണം അത്രത്തോളം രീതിയിലാണ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞു 5 വയസ്സുള്ള ഒരു ആൺകടുവയാണ്. പക്ഷേ 2 ദിവസത്തെ അതിന്റെ ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഇപ്പൊ ക്ഷീണിതനായിരിക്കാം കടുവ. അപ്പൊ അത്തരത്തില് ഒരുപാട് റിസ്ക് ഫാക്ടറുകൾ ഈ ഒരു മയക്കുവെടി വെക്കുന്നതിലുമുണ്ട്. എന്തായാലും ഈ ദൗത്യസേനയെ സംബന്ധിച്ച് വലിയ ഒരു റിസ്ക് ആണ് ഈ ഒരു കടുവയെ തുരത്തുക എന്നുള്ളത്. എന്തായാലും ഇപ്പൊ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം ഏറ്റവും പുതിയതായിട്ട് മാക്സിമം ഒരു ഉച്ചവരെ ഇതിനെ ാനുള്ള ശ്രമം നടത്തും, എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്തതിനു ശേഷം. എന്നിട്ട് നിവൃത്തിയില്ലെങ്കിൽ മയക്കുവെടി വെക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും വലിയ ഭീതിയിലാണ് ആ പ്രദേശം എന്ന് വേണം മനസ്സിലാക്കാൻ. പടിക്കം വയലിലെ ജനവാസ പ്രദേശത്തിന് ഏതാണ്ട് 4 കിലോമീറ്റർ അകലെയാണ് കടുവയുടെ ദൃശ്യം ഡ്രോണിൽ പതിഞ്ഞത്. RRT സംഘം നേരിൽ കടുവയെ കണ്ടു. 80ഓളം വരുന്ന വനപാലക സംഘം ഇന്നലെ ഉച്ചയോടെ ഈ പ്രദേശം വളഞ്ഞിരുന്നു. വന്യജീവിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ളതിനാൽ ഭാരതീയ ന്യായ സംഹിത വകുപ്പ് 163 പ്രകാരം പ്രദേശത്ത് നിരോധനാജ്ഞ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡ്രോൺ അടക്കം ഉപയോഗിച്ച് നടത്തുന്ന പരിശോധന കാര്യമായി തന്നെയുണ്ട്. വയലിനോട് ചേർന്ന് കാട് പിടിച്ച സ്ഥലത്താണ് ഈ സാന്നിധ്യം. കടുവയെ കാട്ടിലേക്ക് കയറ്റാനുള്ള ശ്രമം നേരത്തെ ജയരാജ് പറഞ്ഞതുപോലെ കാട്ടിലേക്ക് കടത്തി വിടുക എന്നുള്ളതാണ് ആദ്യം, അതിനുള്ള ശ്രമമാണ് ആദ്യം. പക്ഷേ അത് വിജയിച്ചില്ല എങ്കിൽ മയക്കുവെടി വെച്ച് കാട്ടിൽ അതിനെ കൊണ്ടുവിടുക എന്നുള്ള ശ്രമം കൂടിയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 5 വയസ്സുള്ള ആൺകടുവ ആരോഗ്യവാനാണ്. പക്ഷേ 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടില്ല. വളർത്തുമൃഗങ്ങളെ പിടികൂടുന്ന പ്രശ്നങ്ങളടക്കം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ വിശക്കുന്ന കടുവ ഏറെ അപകടകാരിയാണ് എന്ന കാര്യത്തിൽ, വിശന്ന് വലഞ്ഞിരിക്കുന്ന കടുവ വലിയ അപകടകാരിയാണ്. അവന് വിശപ്പ് തന്നെയാണ് പ്രധാനം. അതിന് ഏത് തരത്തിലുള്ള മാർഗവും സ്വീകരിക്കും, സംശയമില്ല. 112 നമ്പർ വയനാട് വന്യജീവി സങ്കേതത്തിൽ 112 നമ്പർ കടുവയാണ്. ഈ ജനങ്ങളുടെ അവിടെ അവധിയുണ്ട് പനമരത്തും കണിയാമ്പറ്റയിലും ജയരാജ്. ഒപ്പം ഈ വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെയുള്ള പ്രദേശമാണല്ലോ. മറ്റൊരു കാര്യം, ജനങ്ങളൊക്കെ ജോലിക്ക് പോവുകയും ഇപ്പോൾ കൂലിപ്പണിയൊക്കെ ജീവിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകും. കാർഷിക മേഖലയാണ് അത്. പൂർണ്ണമായും അത്തരം കാര്യങ്ങളൊക്കെ സ്തംഭിച്ചിരിക്കുകയല്ലേ? തീർച്ചയായും. കാരണം കർഷകർ അധികം 2 ദിവസം ഒന്നും അവരുടെ ജോലിക്ക് ഇറങ്ങിയിട്ടില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് വനംവകുപ്പ് അതുപോലെ തന്നെ പോലീസും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. പിന്നെ മറ്റ് ജോലികൾക്ക് പോകുന്ന ആളുകൾ ദൂര സ്ഥലങ്ങളിലായതുകൊണ്ട് അവർ പോകുന്നുണ്ട്. പക്ഷേ സ്കൂളുകളെല്ലാം ഈ പറഞ്ഞ കുറച്ച് വാർഡുകളിൽ സ്കൂളുകളെല്ലാം 2 ദിവസമായിട്ട് അവധിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ ഒന്നും ജനങ്ങൾ ആരും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. കാരണം നമ്മൾ ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നതാണ്. കൂടുതലുമായും ഇതുമായി ബന്ധപ്പെട്ട ആളുകളും മാധ്യമപ്രവർത്തകരും തന്നെയാണ് കൂടുതലുമായി അവിടെ ഉണ്ടായിരുന്നത്. ആളുകളെ മാറ്റി വിടുന്ന ഒരവസ്ഥയാണ്. പ്രത്യേകം രഞ്ജിത്ത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജനങ്ങൾ ജാഗ്രത പാലിക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ കടുവയെ തുരത്തുന്നവരെ ജനങ്ങൾ കൂട്ടം കൂടി നിന്ന് അത് വലിയ ഒരു ദൗത്യസേനയ്ക്ക് വലിയൊരു ബാധ്യതയാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഈ ജനങ്ങളെ മാറ്റാനുള്ള ജനങ്ങളൊരു കൗതുകത്തിന് വേണ്ടിയാണ് വരുന്നതെങ്കിലും അത് വലിയൊരു അപകടമാണ് സൃഷ്ടിക്കുക. അപ്പോൾ
നമുക്ക് ഇതിലൂടെ തന്നെ പറയാനുള്ളത് ജനങ്ങൾ മാക്സിമം സഹകരിക്കുക, മാറി നിന്നോ അല്ലെങ്കിൽ വീട്ടിലൊന്നും സഹകരിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി നമുക്ക് ഇതിലൂടെ വെക്കാനുണ്ട്. കാരണം അത്രയും അപകടകാരിയാണ് ഈ കടുവ എന്ന് പറയുന്നത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും ആ മേഖലയിൽ ഭീതിയുണ്ട്, അത് ഒഴിവാക്കാനുള്ള ശ്രമം RRT സംഘം നടത്തുന്നുണ്ട്. ജയരാജാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ച് ജാഗ്രതയോടെ അധികൃതർ കാത്തിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്.